MJ അങ്കിൾ, ഇനി നമ്മുടെ ഒരു കുസൃതി കം ഒരു വായാടി കുട്ടിയെ ആരാണത്? അഭിനയിക്കും. അതെ, ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഒരാള് വരാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം ടെസക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ, ഹായ് ടെസക്കുട്ടി. You look so stylish. നല്ല രസമുണ്ട്. ഉടുപ്പിൽ ആരാ ഇരിക്കണേ? ഇതുണ്ടായിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തൂക്കിയിട്ടത്. നടക്കാനൊന്നും സമയമായില്ല. എത്ര നേരമായി? അയ്യോ, ഇന്നലെ ഉണ്ടായതേ ഉള്ളൂ. ഇന്നലെ ഉണ്ടായതുള്ളൂ. ഇന്നലെ എത്ര മണിക്കായിരുന്നു? ഇന്നലെ രാത്രി 1 മണിക്ക്. രാത്രി 1 മണിക്കോ? ഓ, രാത്രി 1 മണിക്ക് ചാടി അടിച്ചോ? ഉണ്ടായപ്പോ ചാടി അടിച്ചോ? ആണോ? അല്ല, കോഴിക്കുഞ്ഞാണോ? കോഴിയോ? അങ്ങനെയാണോ തോന്നുന്നത്? തലയുണ്ട്. ഡൊണാൾഡ് ഡക്കോ? അല്ലെന്നൊരു കൊച്ചാ അത്. കൊച്ചാണോ? അത് ശരി. ഞാൻ വിചാരിച്ചെന്താ തൂല് സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കൊച്ചാ അത്. ആണല്ലേ? എനിക്ക് ആ ഷൂ പോകുമ്പോ തരാവോ? ഈ മഞ്ഞത്ത് നല്ലതാ, കറക്റ്റാ ഈ ഡ്രസ്സിന്. പാട്ട് കഴിഞ്ഞാൽ തരാം. പാട്ട് കഴിഞ്ഞിട്ട് മതി. സമാധാനം. അതൊക്കെ കഴിഞ്ഞിട്ട് മതി, അല്ലാണ്ട് എനിക്ക് വേണ്ട. കുട്ടി, കഴിഞ്ഞ ദിവസം അങ്ങളെ പഠിപ്പിച്ചില്ലേ? കരയാൻ ചിരിക്കാനൊക്കെ പഠിപ്പിച്ചില്ലേ? അത് ഞാൻ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തേട്ടോ. അപ്പൊ ഉടനെ പ്രിയാണ്ടി ചോദിക്കാണ്, എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു, ടെസക്കുട്ടി അല്ലെങ്കിൽ വഴക്ക് പറയും. പ്രാക്ടീസ് ചെയ്തിട്ട് തിരിച്ചു പോയി കാണിച്ചില്ലെങ്കിൽ ടെസക്കുട്ടി എന്നെ വഴക്ക് പറയുന്നു. എന്റെ ടീച്ചറാണ് കേട്ടോ, ടെസ ടീച്ചറാണ്. ഇന്ന് എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടോ? ഇന്ന് പഠിപ്പിക്കാൻ ഇച്ചിരി ബോറാണ്. എന്താ ബോറില്ല? ബോറടിയാത്. നമുക്ക് കൊച്ചു വർത്താനങ്ങളും പിന്നെ ഡാൻസ് കൊച്ചു വർത്താനം. ഇച്ചിരി കൊച്ചു വർത്താനം പറയാവോ? ഓക്കെ. അല്ലേ, എന്റെ അനിയൻ ജീവ അവനാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. വഴക്കായിരുന്നു. നേരത്തെ ജീവയുടെ കാര്യമല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ഇപ്പം അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ പറയണമെന്ന്. അപ്പൊ ഞാൻ പറയാം, അച്ഛൻ ഈ ലോകത്തില് എന്ത് ലിറിക്സ് കൊടുത്താലും നല്ലതായിട്ട് കൃത്യമായിട്ട് ലിറിക്സ് തെറ്റി പറയുന്ന ഒരാളാണ്. ഇരുന്ന് എപ്പോഴും അത് പാടുള്ളൂ. ഇപ്പൊ കുഞ്ഞു പാവയ്ക്ക് ഇന്നല്ലോ എന്ന് പാടുവാണെങ്കിൽ വലിയ പാവയ്ക്ക് ഇന്നലെയല്ലോ അതും ബാത്റൂമിൽ ഇരുന്നിട്ട് ചിലപ്പോ ബാത്റൂമിൽ ഇരുന്നിട്ട് ഫോൺ കുത്തിക്കൊണ്ടിരിക്കും. അതെങ്ങനെ അറിയാം? ഒരു ദിവസേ ഞാന് കുളിക്കാൻ നേരെ ഇങ്ങനെ നോക്ക് നോക്ക് ചെയ്തേ, അപ്പഴേ അവിടെ മൊത്തം മൊബൈലിന്റെ സൗണ്ടാ. കടലമ്മക്കാരെന്നല്ലേ കേട്ടത്. നല്ല വഴക്ക് പറഞ്ഞു. ആരെങ്കിലും ബാത്റൂമിൽ കാണുവോ ഫോണ്? ഈ അമ്മയുടെ കാര്യം, അമ്മ എല്ലാവരും വിളിക്കുന്നത് അമ്മേനെ കുമ്പിടി എന്നാ വിളിക്കുന്നത്. എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ ഇപ്പൊ അമ്മയോടെ ഇരിക്കുന്നില്ലേ, അമ്മനെ കണ്ടില്ലേ? അപ്പം ഞാനിപ്പം പാട്ടൊക്കെ കഴിഞ്ഞ് ഇനി മുട്ടായി പെറുക്കുവാണെങ്കിലേ അമ്മ തിരിച്ച് കാറിന്റെ അവിടെ പോയിട്ടുണ്ടാവും, വണ്ടി ഓടിക്കുന്ന റെഡിയായി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും വിളിക്കുന്ന കുമ്പിടിന്ന്. ഇവിടെയും കണ്ടു അവിടെയും കണ്ടു. കുമ്പിടി. അതെ, അമ്മൂമ്മയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മൂമ്മേനെ പറ്റിയോ? ഞാനൊരു കാര്യം പറയാവേ. അപ്പൂപ്പനെ പറ്റിയാണേ ഒരു കോമഡി നടന്നാണേ. ഞങ്ങൾ എല്ലാവരും കൂടെ കൊളത്തൂര് പെരുന്നാളിനും പോകാനിരിക്കുവായിരുന്നേ. അപ്പൊ അപ്പച്ചൻ അവിടെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു, ഞങ്ങളും ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നേ. അപ്പച്ചൻ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അപ്പച്ചൻ ഒരു കാര്യം കണ്ടേ. അവിടെ ജനലിൽ കൂടെ ഒരു ചേച്ചി വീഡിയോ എടുക്കുന്നത്, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് അപ്പച്ചൻ വിചാരിച്ചു ഡ്രസ്സ് മാറ്റുന്നിടത്ത് ഇത്രയും പ്രായം ആളുള്ള ആരാ വീഡിയോ എടുക്കാൻ വന്നേന്ന്. ഞങ്ങളും വിചാരിച്ചു, ഞങ്ങളും കണ്ടു. എന്നിട്ട് അപ്പച്ചൻ തിരിച്ചു വന്നിട്ട് കൊറേ വർത്താനം
പറഞ്ഞു, കൊറേ ദേഷ്യപ്പെട്ടു. എങ്ങനെയാ വർത്താനം പറഞ്ഞു? എന്ത് ചെയ്ത് പ്രായമായ എന്റെ വീഡിയോ എടുക്കാൻ ആരാ നീ എന്നൊക്കെ അങ്ങനെ കൊറേ ചീത്ത വർത്താനം പറഞ്ഞു. ചീത്ത വർത്താനം പറഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? ദേഷ്യം പറഞ്ഞു. എന്നിട്ട് ഞങ്ങളും പറഞ്ഞു. അവസാനം അമ്മച്ചി വഴക്ക് പറയാ വന്നപ്പോ തന്നെ ആ ചേച്ചി പറഞ്ഞു, ഞങ്ങള് പഞ്ചായത്തുകാരാണ്, ഗവൺമെന്റിലൂന്ന് വന്നതാണ്, എനിക്ക് ആ യൂണിഫോം ഒന്നും ഇല്ല, ഞാൻ പുതിയതാ, ഞാൻ QR കോഡ് സ്കാൻ ചെയ്യാൻ വന്നതാ, ജനലയുടെ ഇവിടെ ഒട്ടിച്ചേക്കുന്നത് പറഞ്ഞു. ഇന്ത് പഞ്ചായത്തില് ശരി, ഇത്രയും വഴക്കം പറഞ്ഞ് പക്ഷെ പാവല്ലേ കിലുക്കത്തില് രേവതി ചേച്ചി പറഞ്ഞ പോലെ ഉണ്ട് അല്ലേ? ഞാൻ നിങ്ങളുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എന്നിട്ട് ഫോണൊക്കെ കാണിച്ചു. രണ്ട് കൊമ്പ് വന്നിട്ടുണ്ടോ? എവിടെ? അവിടെ ഇത് കൊമ്പാണെന്നോ? രണ്ട് കൊമ്പ് അത് കാണുന്നുണ്ട്. അത് ബണ്ണല്ലേ? ബൺ. ആരി ചേച്ചിക്ക് കാണാലോ. അതിന് മേളിൽ ഒരു പൂവും വെച്ചിട്ടുണ്ട്. ആരി ചേച്ചി കാണാലോ. പിന്നെന്താ കൊമ്പായിട്ടല്ലേ കാണുന്നത്? മധു സാറിന് കാണാമോ? എനിക്കോ? എനിക്കതൊരു ലഡു ആയിട്ടാ തോന്നണേ. രണ്ട് ലഡു. അപ്പൊ മധു സാറിനൊക്കെ ലഡു ആയിരിക്കും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടായിരിക്കും എല്ലാം ലഡു ആയിട്ട് കാണുന്നത്. ഇതൊക്കെ കാണുന്നത് എല്ലാം ലഡു ആയിട്ടാണ്. അപ്പൊ എനിക്ക് കൊമ്പ് ഭയങ്കര ഇഷ്ടമാണ്, കൊമ്പായിട്ട് കാണുന്നത്. കാളേനെ സ്നേഹിക്കുന്നുണ്ടാവും. കാളയെ സ്നേഹിക്കുന്നോണ്ടാണ് എനിക്ക് കൊമ്പായിട്ട് തോന്നുന്നത്. ക്രിസ്മസ് വിശേഷം എന്താ? ക്രിസ്മസ് വിശേഷം എന്തിനാ ചോദിക്കുന്നത്? കോട്ടയംകാർക്ക് മൊത്തം ക്രിസ്മസ് അല്ലേ പരിപാടി. അവിടെ മൊത്തം പനികളൊക്കെ ഇങ്ങനെ ഇട്ട് എറിഞ്ഞ് കളിച്ചിട്ട് അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് മൊത്തം ലൈറ്റും പിന്നെ സ്റ്റാർസും ഒക്കെ. കണ്ടോ സ്റ്റാർ? ക്രിസ്മസിലെ പരിപാടി. കോട്ടയംകാർക്കൊക്കെ ക്രിസ്മസിലെ പരിപാടി അങ്ങനെയല്ലേ ഇപ്പൊ പറഞ്ഞു? ആ ചേച്ചിക്ക് എന്തെങ്കിലും മനസ്സിലായോ? മഞ്ജു സാറിനോ? ഇല്ല. ഏത് ഭാഷയാ? രസക്കുട്ടി പറഞ്ഞാലേ ഞാനും പറഞ്ഞു. അങ്ങനെയല്ലേ? അപ്പൊ ഇപ്പൊ പറഞ്ഞ രസക്കുട്ടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അതുപോലെയാണ് ഞാൻ പറഞ്ഞു. കോട്ടയംകാർക്ക്. കോട്ടയംകാർക്ക്. ഓരോ വരിയും നമ്മള് നന്നാക്കിയിട്ടേ വിടുള്ളൂ. ഈ ഫ്ലോർ ഇഷ്ടായ? പിന്നല്ലാതെ. ഇതില് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട? ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇവരെ ഒരു മണ്ടത്തരം കാണിച്ചേ. ഓയിന് പകരം മൊത്തം പഞ്ഞിട്ടിട്ട്. ഒറിജിനൽ മഞ്ഞ് കൊണ്ടിടാനുള്ളതിന് പകരം അതിപ്പോ അമേരിക്കയിലൂന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇറക്കണം അല്ലേ? ഫ്രിഡ്ജിന്റെ ഉള്ളിലില്ലേ? അവിടെ തണുപ്പ് മാത്രമല്ലേ ഉള്ളൂ. അമേരിക്കയിൽ നിന്ന് എങ്ങനെ കൊണ്ടുവരും ഇവിടെ? ഒരു ഫ്രീസറില് അതിടണം. അതല്ലേ ഞാൻ പറഞ്ഞ ഫ്രിഡ്ജിലുണ്ട്. അതിങ്ങോട്ട് കൊണ്ടുവരണം. അവിടുന്ന് സ്നോ എടുത്ത് അത് ഫ്രീസറിലാക്കണം. എന്നിട്ട് അതെടുത്ത് എങ്ങനെ കൊണ്ടുവരും ഇവിടെ? അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് കൊണ്ടുവരണം. എടുത്തിട്ട് പിന്നെ ഏതിലോട്ട് കയറ്റിട്ട് കൊണ്ടുവരും? ഫ്രീസറിൽ. ആ ഫ്രീസർ ഏതിനകത്ത് കയറ്റി കൊണ്ടുവരും? JCB ഫ്ലൈറ്റ് കയറ്റണ്ടേ? JCB ഫ്ലൈറ്റ് കയറ്റി അത് JCB ഫ്രീസറിൽ വെക്കേണ്ടി വരും. ഫ്ലൈറ്റില് ഐസ് എടുത്തോണ്ട് വരണം അങ്ങോട്ടേക്ക്. എന്നിട്ട് ഇവിടെ ഇടണം അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ. സോറി. അടുത്ത പ്രാവശ്യം ചെയ്തത് അതല്ലേ സോറി പറഞ്ഞ ഇപ്പോ. ഐ എം സോറി. ഏത് പാട്ടാ പാടണേ? അത് കണ്ടാ മനസ്സിലായില്ലേ? കുഞ്ഞു പാവ. അതാണ് കുഞ്ഞു വാവയ്ക്ക് ഇന്നല്ലോ. കുഞ്ഞു പാവ അതാണ് കുഞ്ഞു വാവ. ഡാൻസ് കളിച്ചില്ലല്ലോ ജംഗ്ല്. അതുകൊണ്ട് പെരുക്കി എടുത്തോണ്ട് പോവാണെങ്കിൽ ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. ഉണ്ട് ആംബുലൻസ്. ചെറിയ സിമ്പിൾ സ്റ്റെപ്സ് ഞാനുള്ളൂ. പെരുക്കി എടുത്തോണ്ട് പോണെന്ന് നാളെ പറഞ്ഞല്ലേ? അതാണ്. ആംബുലൻസ് റെഡിയാണോ? രസക്കുട്ടി വിളിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഞാൻ ഇച്ചിരി കുസൃതി ചോദ്യം പാട്ട് കഴിഞ്ഞിട്ട് ചോദിക്കേ. അതിനുള്ള ആൻസർ പറയണേ. ഓക്കെ തുടങ്ങാം. റെഡി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
എങ്ങനെ 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 കാണിക്കണേ? അയ്യോ നല്ല നാട് പിറന്നാള് ഉണ്ണി വച്ചതാരാണി കിന്നരിപ്പും തലപ്പാവ് നല്ല നാള് പിറന്നാള്. വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ സൂപ്പർ വെരി നൈസ് സൂപ്പർ. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നല്ലേ MJ അങ്കിള് ഡാൻസ് കളിച്ചില്ലല്ലോ. അയ്യോ കളിച്ചു ഇവിടെ അതുകൊണ്ട് ഞാന് ഒരു ട്യൂൺ ഇടുവേ. രാകേഷ് അങ്കിളെ ആ ട്യൂൺ ഇടുക. ആര് ചേച്ചിയെടുത്ത് മധുങ്ങളുടെ അടുത്ത് പറ. ഞങ്ങള് കളിച്ചല്ലോ. ഞങ്ങള് കളിച്ചു. MJ അങ്കിള് കളിച്ചില്ല അതുകൊണ്ട് ഒരു ട്യൂൺ അടുത്ത പ്രാവശ്യമാണ് MJ ഞങ്ങൾ കളിക്കുക. ഇപ്രാവശ്യം വയ്യ പാവുണ്ട്. ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ്. ഡാൻസ് ചെയ്യിപ്പിക്കാണ്. സ്റ്റെപ്പ് മാറ്റിക്കോ. മാറ്റം സ്പീഡ് മാറ്റണം. പെട്ടെന്നോട്ട് ചേഞ്ച് അതെ ഞാൻ ഒന്ന് ശരിയായി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിച്ചു. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. നമ്മുടെ പാവക്കുട്ടി ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. പാവക്കുട്ടി. ആ പാവക്കുട്ടി. ആ പാവക്കുട്ടിയല്ല, ഈ പാവക്കുട്ടി. ഞാൻ പാവക്കുട്ടി. വലിയ പാവക്കുട്ടി. വലിയ പാവക്കുട്ടിയാണ് കേട്ടോ. വലിയ പാവക്കുട്ടി. ഭയങ്കര ചുന്ദരിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഇതെങ്ങനെ ഇത്രയും ചുന്ദരിയാണ്? ആരാ ഇങ്ങനെ സുന്ദരിയാക്കിയത്? ഇതില്ലേ ലിസി ആന്റിയും അമ്മയും കൂടിയാ ഈ ഹെയർ ചെയ്തേ. മേക്കപ്പ് ചെയ്തത് ആ ചേട്ടന്റെ പേരറിയില്ല. എന്തായിരുന്നു ചേട്ടൻ? അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തു മേക്കപ്പ് ചെയ്യാൻ. പക്ഷെ കണ്ണ് മാത്രം ഉണ്ട കണ്ണായി പോയി. ഒരു ഉണ്ട കണ്ണ് ഇത്രേ സൈസ് ഉള്ളൂ. അത് ഉണ്ട. മീനൂട്ടി ചേച്ചിനെക്കാളും കണ്ണ് എന്റെ ചെറിയതാ. കണ്ട് കുഞ്ഞിന്റെ ചെറുതാ, എന്നിട്ടാണ് ഉണ്ടക്കണ്ണെന്ന് പറയുന്നത്. നേരത്തെ അവിടെ നോക്കിയപ്പോഴേ എനിക്ക് ലഡു പോലെയാ തോന്നിയത്. ഇപ്പൊ എത്തിയപ്പോ ഉഴുന്നോട പോലെയുണ്ട്. ഇപ്പൊ നോക്കിയപ്പോ ഇവിടെ അടുത്ത് വന്നപ്പോ ഉഴുന്നോട് അതെനിക്ക് തോന്നുന്നുണ്ട്. ഉഴുന്നോട. ചെലപ്പോ ലിസി ചേച്ചി എങ്ങനെയായിരിക്കും കെട്ടിയേക്കുന്നേ. അവക്ക് കാണാൻ പറ്റില്ലല്ലോ. പോലെ കെട്ടിയിരിക്കുന്നത്. അപ്പൊ കുഞ്ഞുമാവ അസാധ്യമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. സബാഷ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു സമ്മാനം തരട്ടെ. എനിക്കറിയാം. മധുരമഴ. മധുരമഴ. കുഞ്ഞോടൊപ്പം കുട്ടിവാളേ, ഇനിയും മണിയാ. ഇങ്ങു തരാ, ഉമ്മ തരാ. 10 സെക്കൻഡ് സമയം തരാം, അതിനുള്ളിൽ പാരണം. ചെറുതിട്ട് 1 2 3 4 5 6 7 8 9 മയിൽ 10. പോക്കറ്റിലല്ലേ? കഴിഞ്ഞു സമയം കഴിഞ്ഞു. പോക്കറ്റില്ല. തന്നാനം കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാളെ പിറന്നാൾ. ഹാപ്പി Bye bye. MJ അങ്കിളുടെ ആൻസർ കണ്ടില്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ ബൈ. ബൈ. മിനുകൂടാ എന്തോ ഇത് ശരിയാവില്ല.